Hello, my dear students. Today's our discussion topic is nature and scope of organization behavior. We already learned what is organization behavior, then definition of organization behavior, and what the need of studying the organization behavior and objectives of the organization behavior. Today, we are studying the scope and nature of organization behavior. ഇത് 100% പഠിച്ച മുമ്പത്തെ ഒബ്ജക്റ്റീവ്സ് അതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. യു ആർ ഫോളോയിങ് വിച്ച് ടെക്സ്റ്റ് ബുക്ക്? വി ആർ ഫോളോയിങ് നമ്മുടെ ഡോക്ടർ വേണുഗോപാൽ സാറിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുമ്പോൾ അത് പ്രകാരം നിങ്ങൾക്ക് ആദ്യം വരുന്നത് ഇവല്യൂഷൻ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് തന്നിട്ടില്ല. ദെൻ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷനാണ് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം. പിന്നെ ഞാൻ എക്സ്ട്രാ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്ട്രാ പഠിപ്പിക്കുമ്പോഴും ഞാൻ ആ സെയിം മെറ്റീരിയൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. എക്സാമിന് OB അങ്ങനെയൊക്കെ ചോദിക്കാം. അങ്ങനെ ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതും ചോദിക്കാം, പുറമെ ചോദിക്കാം. അതുകൊണ്ടാണ് മിസ് അത് ഒബ്ജക്റ്റീവ്സും അതിൻ്റെ വാട്ട് ദ നീഡ് ഫോർ സ്റ്റഡിങ് ഓർഗനൈസേഷൻ ബിഹേവിയർ എഴുതി തന്നത്. ഇനി നാച്ചുറൽ പഠിക്കുമ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയർ, വാട്ട് ഇസ് ഓർഗനൈസേഷൻ ബിഹേവിയർ? നമ്മൾ എന്താ ഓർഗനൈസേഷൻ ബിഹേവിയർ വെച്ച് പഠിച്ച്? ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് ദ സ്റ്റഡി ആൻഡ് application of knowledge about how people act within the organization. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ബിഹേവിയർ അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് അറിഞ്ഞ നോളജ് നമുക്ക് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച്. എന്താണ് ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചാണ്? വി ആർ ടേക്കിംഗ് ദി നോളജ് ഫ്രം ദി വേരിയസ് റെലവൻറ്റ് ഡിസിപ്ലിൻസ്. എന്നിട്ട് ആ റെലവൻറ്റ് ഡിസിപ്ലിനിൽ നിന്ന് വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ദി നോളജ്. OBയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ സൈക്കോളജിയിൽ നിന്നും സോഷ്യോളജി, ആന്ത്രോപോളജി അത് തന്നെ സെപ്പറേറ്റ് ഒരു ക്ലാസ്സാണ്. വാട്ട് ആർ ദ ഡിസിപ്ലിൻസ് റിലേറ്റഡ് ടു OB ഏതൊക്കെ ഡിസിപ്ലിനുമായിട്ട് ലിങ്ക് ഉണ്ടെന്ന്. സോ ഫസ്റ്റ് പോയിൻ്റാണ് OB ഈസ് എ സോഷ്യൽ സയൻസ് ആണ്. സോ ഇറ്റ്സ് എ മൾട്ടി അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഇൻ്റർ ഡിസിപ്ലിനറി ആണെന്ന് പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈസ് എ ആക്ഷൻ ഓറിയൻറ്റഡ്. നമ്മൾ പറഞ്ഞു, നമ്മൾ ഒന്നും കൂടി നോക്കി നോക്കും നമ്മൾ ഡെഫിനിഷനിൽ. ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് ദി സ്റ്റഡി ആൻഡ് അപ്ലിക്കേഷനാണ്. അപ്പം ദാറ്റ് ഇസ് എൻ ആക്ഷൻ ഓറിയൻറ്റഡ്. നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ. അതായത് അവർക്ക് ഈ ഒരു ഇമോഷണൽ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇമോഷണൽ തിങ്കിങ് മാത്രമല്ല നോക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ നോളജ് ഫ്യൂച്ചറിൽ അത്തരത്തിലുള്ള ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യും, എക്സ്പെക്റ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എന്താ പറയുന്നത്, ബിഹേവിയർ ഈസ് അണ്ടർസ്റ്റാൻഡിങ്, പ്രെഡിക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഹ്യൂമൻ ബിഹേവിയർ ആയതുകൊണ്ട് ഇറ്റ്സ് എൻ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. നെക്സ്റ്റ് third point is balance human and technical values. Because ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഹ്യൂമൻ ഉണ്ട്, ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ രണ്ടും കൂടിയിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എംപ്ലോയിയുടെ ഡിഗ്നിറ്റിയും ഗ്രോത്തും സാറ്റിസ്ഫാക്ഷനും മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സെയിം ടൈം വി ആർ ട്രൈ ടു അച്ചീവ് അവർ പ്രൊഡക്ടിവിറ്റി. സോ വി ആർ ട്രൈ ടു ബാലൻസ് ബോത്ത്. ഇങ്ങനെ എംപ്ലോയീസിനെ സന്തോഷിപ്പിച്ചാൽ മാത്രം മതിയോ? പറ്റില്ലല്ലോ. നമുക്ക് എംപ്ലോയിയെ സന്തോഷിപ്പിച്ച് അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള മോട്ടിവേഷൻ അനുസരിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും തക്കതായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറും ലീഡർഷിപ്പും സ്റ്റൈലും എന്തിലേക്കാണ് ഇത് ലീഡ് ചെയ്യുന്നത്? ടു നമുക്ക് ഇംപ്രൂവ് അവർ ഓർഗനൈസേഷൻ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ആണ്. അപ്പോൾ ടെക്നിക്കൽ വാല്യൂസും അതുപോലെ തന്നെ ഹ്യൂമൻ വാല്യൂസ് വി ആർ ട്രൈ ടു ബാലൻസ്. ഫോർത്ത് പോയിന്റ് ഈസ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ സയൻസ് and art. Why it's a science? Because we are taking the scientific ആയിട്ട് നമ്മൾ നോളജ് കളക്ട് ചെയ്യുന്നത്, എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള നോളജൊക്കെ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നതൊക്കെ സയൻറ്റിഫിക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഇൻ എ സയൻസ്. ഓക്കെ, ദെൻ നമ്മൾ ആ അറിഞ്ഞ നോളജിനെ വി ആർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കിട്ടിയ നോളജിനെ വി ആർ അപ്ലൈ ഇൻ ടു ആക്ച്വൽ സിറ്റുവേഷൻ.
ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ സയൻസ് മാത്രമല്ല, അതുപോലെ തന്നെ ഇറ്റ്സ് എൻ ആർട്ടും കൂടിയാണ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അപ്ലൈഡ് സയൻസ് ആണ്. കാരണം അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അതായത് നമ്മൾ ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്തിട്ട് ഗൈഡ് ചെയ്തിട്ട് എന്തിനാണ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എഫക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ ഇൻ എക്സാക്ട് സയൻസ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ അതായത് ഓർഗനൈസേഷൻ ബിഹേവിയർ എക്സാക്ട് റിസൾട്ട് ചിലപ്പോൾ നമ്മൾ റിസൾട്ട് ചില ഓർഗനൈസേഷന് മാച്ച് ആവും, ചില ഓർഗനൈസേഷന് മാച്ച് ആവില്ല. അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ഇന്നത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഹ്യൂമൻ ബിഹേവിയർ ആണല്ലോ, അപ്പോൾ അത് അത്രയ്ക്ക് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻ എക്സാക്ട് സയൻസ് എന്ന് പറയുന്നത്. ദെൻ ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിനെ, അതായത് ഹ്യൂമൻ സൈഡ് ഓർഗനൈസേഷൻ അതായത് നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ മാനേജ്മെൻ്റ് ആണ്. സോ ടോട്ടൽ മാനേജ്മെൻ്റ് ഒരു ബിഹേവിയറൽ ഭാഗം മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. ദെൻ കണ്ടിജൻസി അപ്രോച്ചാണ്. അതായത് നമുക്ക് പറയാം കണ്ടിജൻസി ടു, അതായത് മാനേജറിയൽ ആക്ഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ്, സ്പെസിഫിക് സിറ്റുവേഷൻസ്, ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചു, അപ്പോൾ എ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ എംപ്ലോയിയുടെ ബിഹേവിയറിനനുസരിച്ചിട്ടുള്ള ഒരു നോളജ്, അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ അപ്ലിക്കേഷൻ വേറെ രീതിയിലായിരിക്കും. ബി എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ കുറിച്ചുള്ള നോളജ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ബിഹേവിയർ. അപ്പോൾ ഓരോ കണ്ടിജൻസ് ആ സിറ്റുവേഷനനുസരിച്ചിട്ടാണ് നമ്മളത് യൂസ് ചെയ്യണത്. ദെൻ സിസ്റ്റം അപ്രോച്ചാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർ കണക്ഷനാണ്, ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, ഇൻ്റർ റിലേറ്റഡ് ആണ്. സിസ്റ്റമാറ്റിക് വിഷനാണ്. നമ്മൾ ഓൾ വേരിയബിൾസ്, അത് ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ വേരിയബിൾ നമ്മൾ ആ വേരിയബിളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 10ാമത്തെ പോയിൻറ്റ്സ് മൾട്ടി ലെവലാണ്. മൾട്ടി ലെവൽ എന്ന് പറയുന്നത് നമ്മളത് ഓർഗനൈസേഷൻ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ബിഹേവിയർ പഠിക്കുന്നുണ്ട്, അവരുടെ ഗ്രൂപ്പിലെ ബിഹേവിയർ പഠിക്കുന്നുണ്ട്, പിന്നെ ഓർഗനൈസേഷനിൽ 3 ലെവലിലാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ നമ്മൾ പഠിക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്താണ്, അവരുടെ ഗ്രൂപ്പിലെ ബിഹേവിയർ, ഇൻ ഗ്രൂപ്പ് അവരെങ്ങനെ പെരുമാറണോ, ഇൻ്റർ പേഴ്സണൽ ബിഹേവിയറും, ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറുമാണ്. ദെൻ സയൻറ്റിഫിക് മെത്തേഡാണ്. അതായത് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് തിയറി ഒക്കെ ചെയ്യുന്നത്. ദെൻ എൻവയോൺമെൻറ്റ് ഒരു ലിങ്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയാണ്, അതായത് നമ്മൾ ഈ ഇഷ്യൂസ് നമ്മളെപ്പോഴും എന്താ പറയുക, ദാറ്റ് സൊല്യൂഷൻ, അത് പേഴ്സൺ കൾച്ചറൽ ഫിറ്റ് എന്തായാലും പേഴ്സണൽ കൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നോർമേറ്റീവ് സയൻസാണ്. അതിന് പോസിറ്റീവ് സയൻസ് അല്ല, നോർമേറ്റീവ് സയൻസാണ്. നോർമേറ്റീവ് സയൻസിന് പ്രത്യേകത വെച്ചാൽ നമ്മൾ കോസും ഇഫക്റ്റും മാത്രമല്ല പഠിക്കുന്നത്, നമ്മളതെങ്ങനെയാണ് ആ സൊസൈറ്റിക്കും ഓർഗനൈസേഷൻ റിസൾട്ടിനും വേണ്ടി ഇതെങ്ങനെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാമെന്നും കൂടി പഠിക്കുന്നതുകൊണ്ട് ഇറ്റ്സ് നോർമേറ്റീവ് സയൻസാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന 13 പോയിൻറ്റ്സ് ഇതാണ് OBയെക്കുറിച്ച് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ. ടുഡേയ്സ് ടോപ്പിക് വി ഡിസ്കസ് നാച്ചുറൽ സ്കോപ്പ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. There are 13 points related to natural scope of organization behavior. First one is interdisciplinary approach, because organization behavior is take the different disciplines in knowledge we are gather use ചെയ്യുന്നുണ്ട്. ദെൻ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, നമ്മൾ നോളജും അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ഹ്യൂമൻ സൈഡും ആൻഡ് പ്രൊഡക്ടിവിറ്റി സൈഡും ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ ബാലൻസ് വിത്ത് ഹ്യൂമൻ ആൻഡ് ടെക്നിക്കൽ വാല്യൂ. ആർട്സും സെയിം ടൈം സയൻസും ആണ്. അപ്ലൈഡ് സയൻസ് വി ആർ അപ്ലൈ ചെയ്യുന്നത്, ദിസ് അപ്ലൈഡ് സയൻസ് ആണ്. ഇൻഎക്സാക്ട് സയൻസ് ആണ്, ബിക്കോസ് ഇതന്നെ സംഭവിക്കുക, നമ്മൾ എക്സാക്ട് പ്രിഡിക്റ്റ് ഹ്യൂമൻ ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും മിക്സ് ചെയ്ത് ഇന്ന റിസൾട്ട് ഉണ്ടാവണമെന്നില്ല, അയാളെ മൂഡും ഒക്കെ വ്യത്യാസമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഇൻഎക്സാക്ട്സ് ആണ്. വേറെ ഇപ്പം എന്താ പറയുക, നമ്മൾ H2O വാട്ടർ ഇതൊക്കെ 2 കണ്ടന്റ് വെള്ളം ഉണ്ടാവും, അത് ആരും മിക്സ് ചെയ്താലും വെള്ളം തന്നെ വരിക. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ മീൻസ് അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് ഓൺ ആവും, അത് ആരിട്ടാലും ഓൺ ആവും. പക്ഷേ എന്നോട് ഇടാൻ പറയുമ്പോൾ എൻ്റെ മൂഡനുസരിച്ച് ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല. സോ അതാണ് എക്സാക്റ്റ് ഇതിനെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. പിന്നെ ബിഹേവിയർ അപ്രോച്ചാണ് ടോട്ടൽ മാനേജ്മെൻറ്റിൽ ഒരു ടോട്ടൽ മാനേജ്മെൻറ്റ്, പാർട്ട് ഓഫ് ടോട്ടൽ മാനേജ്മെൻ്റ് ആണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. സോ അതിൻ്റെ ബിഹേവിയർ സൈഡാണ് OB ഡീൽ ചെയ്യുന്നത്. കണ്ടിജൻസിയാണ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുക. അതുപോലെ സിസ്റ്റമാണ് OBയെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ OBയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
3 ടൈപ്പ് നമ്മൾ ലെവലിൽ ഒ ബി ഡീൽ ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ലെവൽ, ഗ്രൂപ്പ് ലെവൽ, സ്ട്രക്ചർ ലെവൽ, ദെൻ സയൻറ്റിഫിക് മെത്തേഡാണ് നമുക്കറിയാം. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ ഒ ബി സയൻസ് ആകുമ്പോൾ തന്നെ സയൻറ്റിഫിക്കാണ്. ദെൻ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസും ഇഫക്റ്റും അതൊരു അപ്ലിക്കേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നന്നായി പഠിക്കുക, കുട്ടികളെല്ലാവരും നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കേണ്ടത് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കാണ്. എക്സ് പബ്ലിക്കേഷനെയും കാട്ടി നല്ലത് യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷനാണ്. ഞാൻ രണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. എക്സലിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റിയും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ രണ്ടിലും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഈ മെറ്റീരിയൽ, ടുഡേയ്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ സ്ക്രീനിന് മുമ്പിൽ കാണുന്ന 13 പോയിൻ്റ് ഞാൻ എടുത്തിരിക്കുന്നത് വേണുഗോപാൽ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഓക്കെ, താങ്ക് യു.